പെട്ടിക്കോ ഇന്നും കൂടെ ഉള്ളു നിന്റെ അയവെട്ടല്. നാളെ നിന്നെ കറക്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തിരിക്കും, കച്ചവടം ഉറപ്പിച്ചിരിക്കും കേട്ടാ. കുറെ നാളെ കൊണ്ട് ഞാൻ വിചാരിച്ചിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ ആട്, നിങ്ങളുടെ വീട്ടിലേക്ക് ആടിന്റെ പേരെന്തോന്നാണ്? അമ്മിണിക്കുട്ടി, കിങ്ങിണിക്കുട്ടി എന്നല്ലേ? എന്റെ ഭാര്യ ഈ ആടിനിട്ടേക്കുന്ന പേരെന്തോന്നറിയോ? പീതാംബരൻ. അവളെ അച്ഛന്റെ ആത്മാവ് ഈ ആടിന്റെ ദേഹത്തുണ്ടെന്നും പറഞ്ഞാണ് പീതാംബരൻ എന്ന് പേരിട്ടേക്കുന്നത്. ഇന്ന് ഞാൻ ഇതിനെ കച്ചവടം അടിച്ചില്ലെങ്കിൽ എന്റെ പേര് ശശി എന്നല്ല. ഹലോ 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 ഹലോ. എന്തൊക്കെ ഉണ്ട്? കുറച്ച് ആട്ടുമുഴുക്കുണ്ട്, പുണ്ണാക്കുണ്ട്, കവറിലാക്കി എടുത്ത് തരട്ടാ. അല്ല, പിന്നെ ഗൾഫ് ചന്ദ്രൻ. ഞാൻ ഇന്ത്യൻ ശശി. അല്ല, നിങ്ങളുടെ ആടിനെ മേടിക്കാൻ വേണ്ടി വന്ന ആണോ? ആ അച്ഛൻ കുഞ്ഞ്. അച്ഛ ഇപ്പോഴും വലുത്, എന്നെ ചെറിയൊരു കൂനുണ്ട്, കുഴപ്പമൊന്നുമില്ല. അല്ല, അച്ഛൻ കുഞ്ഞ് പറഞ്ഞിട്ട് വന്ന ആള്. അതെ അതെ, ജംഗ്ഷനിൽ വന്ന് നിങ്ങളെ വീട് നോക്കിയിട്ട് കണ്ടില്ല. തന്നല്ലേ ഒരു മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ വീടെടുത്ത് കഷത്ത് വെച്ചോണ്ട് ഞാൻ ജംഗ്ഷനിൽ വന്ന് നിന്നാലേല്ലോ. അല്ല, നിങ്ങളെ വീട് ആർക്കും അറിഞ്ഞൂടെന്ന്. ആര് പറഞ്ഞ്? 50 ആട് വളർന്ന വീടാണ് ഈ വീട്. തുരുത്തിൽ വീട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. 50 ആട് വളർന്നെങ്കിൽ തൊഴുത്തിൽ വീടല്ല, പിന്നെ തൊഴുത്തിൽ വീടെന്ന് പറയണം. ഇതാണോ ആട്? അല്ല, ഇതാണ് കുതിര. ഞാൻ ടിപ്പു സുൽത്താൻ. ഈ ആട്ടുംപുഴുക്ക കിടക്കണ കണ്ടറിഞ്ഞൂടെ ഇത് ആടാണെന്നുള്ള കാര്യം? ഈ ആടിനൊരു പ്രത്യേകത ഉണ്ട്. എന്തോന്ന്? അതായത് എന്റെ ഭാര്യയുടെ അച്ഛന്റെ ആത്മാവ് ഈ ആടിന്റെ ദേഹത്തുണ്ട്. അല്ല, നിങ്ങൾ അച്ഛന്റെ ആത്മാവ് ഈ ദേഹത്തുണ്ടെന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയും? അവളെ അമ്മേരെ തലവെട്ടം കണ്ടാ മതി, ഈ ആട് അവിടെ നിന്ന് പെടുക്കൊന്ന്. തന്നെ പെടുപ്പിന്റെ അസുഖം? അതെ, പെടുപ്പിന്റെ അസുഖമല്ല, അവളെ അച്ഛനോട് പോലെ ഇരുന്ന് അവളെ അമ്മേരെ തലവെട്ടം കണ്ടു കഴിഞ്ഞാൽ അപ്പ അവിടെ നിന്ന് പെടുക്കും. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നാ? നിങ്ങൾക്കറിയാമോ, ഈ ആടിനെ ഒരു ദിവസം ഞാൻ കുളിപ്പിക്കാനായിട്ട് ഇവിടെ കെട്ടി. ഒരൊറ്റ ഓട്ടോന്ന്. എങ്ങോട്ട്? പെണ്ണുങ്ങൾ കുളിക്കുന്ന കുളിക്കടവില്ലേ, അവിടെ ചെന്ന് അവിടുത്തെ പൊത്തക്കാടുണ്ടല്ലോ, അവിടെ കയറി പച്ചിലക്കട്ടയും കയറി. ഞാൻ വിചാരിച്ചു വല്ല പച്ചില വല്ലതും തിന്നാനാണെന്ന്. ഞാൻ ചെന്നപ്പോഴേ 2 വട്ടത്താമര ഇങ്ങനെ ഇളക്കി മാറ്റിട്ട് ഇങ്ങനെ നോക്കി അയവെട്ടി ഇറക്കിയിരിക്കുന്നു. അപ്പൊ ഞാൻ ഉറപ്പിച്ച് അവളെ അച്ഛന്റെ ആത്മാവ് ഈ ആടിന്റെ ദേഹത്തോ